ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഇൻസ്റ്റൻറ്റ് കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് അരിയൊന്നും കുതിർത്ത് അരച്ചൊന്നും സമയം കളയാതെ അരിപ്പൊടി വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ചായയുടെ കൂടെയോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ള കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാമല്ലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടി ചെറിയൊരു മാവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതാ 1 കപ്പ് അരിപ്പൊടി ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിപ്പൊടി എന്ന് പറയുമ്പോൾ നമ്മൾ പത്തിരി ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നില്ല, വറുത്ത അരിപ്പൊടി തന്നെ എടുക്കാൻ നോക്കട്ടെങ്കിൽ അത്ര നന്നായിട്ട് കിട്ടുള്ളൂ. പുട്ടുപൊടിയൊന്നും എടുക്കരുത്. അതിലേക്ക് നമുക്ക് 1.5 കപ്പ് അളവിൽ തേങ്ങാപ്പാൽ, അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ അരിപ്പൊടിക്കും തേങ്ങാപ്പാലിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ 1.5 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒരു സ്പൂൺ വെച്ച് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ആ പൊടിയൊന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് വേണം നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഏകദേശം 1 മിനിറ്റ് നേരത്തോളം തന്നെ അടിച്ചെടുക്കുക. അതുപോലെ തന്നെ തേങ്ങാപ്പാലിൻ്റെ ടോട്ടൽ അളവ് ഞാൻ ലാസ്റ്റ് എത്രയായി എന്നുള്ളത് പറഞ്ഞുതരാം കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ മാവ് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവർ തിക്കായിട്ടുള്ള ബാറ്റർ അല്ല വേണ്ട, നമുക്കിതിലേക്ക് വേണ്ടത് അല്പം ലൂസായിട്ടുള്ള, കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. എങ്കിലേ നമ്മുടെ കിണ്ണത്തപ്പം അത്രമാത്രം സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഓരോ പൊടിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അളവിൽ വ്യത്യാസം വരും കേട്ടോ തേങ്ങാപ്പാലിൻ്റെ. അപ്പോൾ ലാസ്റ്റ് ഞാനൊരു അല്പം കൂടി മിക്സിയുടെ ജാറിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ കറക്റ്റ് 1.25 കപ്പാണ് തേങ്ങാപ്പാലിൻ്റെ അളവ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് ഏലക്കാപ്പൊടിയാണ് കേട്ടോ, 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 2 നുള്ളു ഉപ്പ്, നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇതിപ്പം കറക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറക്കാം അല്ലെങ്കിൽ കൂട്ടാം, അത് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് ചെയ്യാം. എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഏലക്കായ ഇതുപോലെ നല്ല നൈസായിട്ട് പൊടിച്ച പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ഏലക്കായ നമ്മൾ അരിപ്പൊടി അരച്ചെടുക്കുന്നില്ല, ആ ഒരു ടൈമിൽ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതുപോലെ മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാണ് കേട്ടോ. അങ്ങനെ ഇത് നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കോരി വയ്ക്കുന്ന സമയത്ത് ഈ ഒരു ലൂസ് വേണം കേട്ടോ. ഓവർ വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല കേട്ടോ, ഈ ഒരു തിക്നെസ്സിൽ വേണം. ഇനിയിപ്പോൾ നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 15 to 20 മിനിറ്റ് എന്തായാലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം, എങ്കിൽ അത്രമാത്രം സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കിണ്ണത്തപ്പം നന്നായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അങ്ങനെ ഏകദേശം ഒരു 20 മിനിറ്റൊക്കെ ആകുമ്പോഴാണ് ഞാൻ മാവ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ചെറിയ രീതിക്കൊന്ന് തിക്കായ പോലെ തോന്നും. അത് കാര്യമാക്കണ്ട കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകയില്ല, നമ്മുടെ ക്യൂമിൻ സീഡ്, അതും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ് നമ്മുടെ കിണ്ണത്തപ്പത്തിന്. എന്നിട്ട് എല്ലാം കൂടി ചേർത്തിട്ട് ഇതുപോലെ അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം ഇനി സ്റ്റീം ചെയ്തെടുക്കുകയാണേ വേണ്ടത്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ സ്റ്റീൽ പ്ലേറ്റ് എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ലേ. അപ്പോൾ ഇതുപോലെ പ്ലേറ്റ് നന്നായിട്ട് തുടച്ചെടുത്തതിന് ശേഷം അതിൽ നെയ്യോ വെളിച്ചെണ്ണയോ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് കുറച്ചൊന്ന് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കട്ടെ എല്ലാ സൈഡിലും ആയിട്ട്. കാരണം അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കിണ്ണത്തപ്പം റിമൂവ് ചെയ്യുന്ന സമയത്ത്. അങ്ങനെ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവില്ല, അതിൽ നിന്ന് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ എൻ്റെത് ഞാനിപ്പോൾ 1 കപ്പ് വെച്ചിട്ടല്ലേ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ 2 കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ ഉള്ളതാണ് കേട്ടോ ഉള്ളൂ. 2 പ്ലേറ്റിലേക്ക് ഒഴിക്കാനുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നേരെ പകുതിയോളം ഇതിലേക്ക് ഇതുപോലെ സ്പൂണ് കൊണ്ട് കോരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ, കാരണം എങ്കിലേ നമുക്ക് ജീരകമൊക്കെ എല്ലാ സൈഡിലായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റീമറിൽ ഞാൻ വെള്ളം ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ടേനു കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ സ്റ്റീമറിൻ്റെ ആ ഒരു മുകളിലത്തെ തട്ട് ഞാൻ ജസ്റ്റ് കമഴ്ത്തി വെച്ച് കൊടുത്തതാണ്. നമുക്ക് പ്ലേറ്റ് വെക്കുന്ന സമയത്ത് നല്ല ലെവലിൽ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ട് എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. എന്നിട്ട് നമ്മൾ മാവ് ഒഴിച്ച് വെച്ചിട്ട് പ്ലേറ്റ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് അടച്ച് വെച്ച് കൊടുക്കും. നല്ല ടൈറ്റായിട്ട് തന്നെ അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 15 to 20 മിനിറ്റാണ് ഇത് വേവാൻ വേണ്ടതെന്നാണ്. ശരിക്കും ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആവും. എന്നാലും നമ്മുടെ അടപ്പൊന്നും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം പോയി 20 മിനിറ്റ് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ എന്തായാലും റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ഇതുപോലെ അടച്ചു വെച്ച് നമുക്കിനി വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് കറക്റ്റ് 15 മിനിറ്റാണ് ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 15 to 20 മിനിറ്റ് വരെ നോക്കുക കേട്ടോ, ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതാ ഞാൻ പതുക്കെ എടുത്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ, കൈ കൊള്ളാതെ ശ്രദ്ധിക്കുക, ആവി കയറും. അപ്പോൾ ഇതുപോലെ എടുത്ത് മാറ്റുക. ഇനി പെട്ടെന്ന് തന്നെ പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പാടില്ല, ആ മുകളിലുള്ള ഈർപ്പൊക്കെ ഒന്ന് മാറി നന്നായിട്ട് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യുക കേട്ടോ. അതിന് ശേഷം മാത്രം പ്ലേറ്റിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക.
അപ്പോൾ ഞാനിതാ അടുത്ത പ്ലേറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഈ ഒരു കപ്പിൽ 2 പ്ലേറ്റ് ഇതുപോലെ ചെയ്യാനാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇത് നമ്മുടെ 2 കിണ്ണത്തപ്പോൾ റെഡി ആയിട്ടുണ്ട്. എനിക്കിതുപോലെ 2 പ്ലേറ്റിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുകളിലത്തെ ഈർപ്പൊക്കെ മൊത്തത്തിൽ പോയി തണുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഇതുപോലെ സ്പാച്ചിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ കിട്ടും. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സൈഡൊക്കെ റിമൂവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിണ്ണത്തപ്പമാണ് കേട്ടോ. നിങ്ങൾക്ക് ഞാൻ എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും എത്രമാത്രം സോഫ്റ്റ്. അരിപ്പൊടി കൊണ്ട് ചെയ്തതാണെന്ന് പറയേയില്ല കേട്ടോ. അത്രയും നമ്മൾ പണ്ട് ചെയ്യുന്ന പോലെ ആ ഒരു അരച്ച് ചെയ്യുന്ന ആ ഒരു ടെക്സ്ചറിലൊക്കെ കിട്ടുകയും ചെയ്യും. ടേസ്റ്റിൽ ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാം നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് അല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പഞ്ചസാരക്ക് പകരം വെള്ളം യൂസ് ചെയ്തിട്ടും ചെയ്യട്ടെ ഈ ഒരു കിണ്ണത്തപ്പം. അതിന് പിന്നീട് ഞാൻ വീഡിയോ ചെയ്ത് തരാം. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ മുറിഞ്ഞു പോകും അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനും സെർവ് ചെയ്തെടുക്കാനും ഒക്കെ പറ്റും. അപ്പോൾ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ എന്താ ഉണ്ടാക്കാൻ നമ്മൾ ചിന്തിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇന്ന് വൈകുന്നേരം തന്നെ ട്രൈ ആക്കിയിട്ടൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. നിങ്ങൾക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ, നമ്മുടെ ഇതുള്ള റൊട്ടി ഇല്ലേ കണ്ണൂർ സ്പെഷ്യൽ, അതിൻ്റെയൊക്കെ ആ ഒരു ചെറിയൊരു ടെക്സ്ചറും കാര്യങ്ങളൊക്കെ ഇതിന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്